ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ എന്തിനു പറയാൻ അതിക്ക് അത് കുറച്ച് നേരം ഇട്ടിട്ട് വാ വാ ഇങ്ങോട്ട് വാ. ഇങ്ങനെ ഇങ്ങനെ മുട്ടുമ്പോ വാ. ആ കേട്ടാ ഇങ്ങനെയൊക്കെ നിന്ന് തുടങ്ങി. വാ ഇങ്ങോട്ട് വാ കൈ ഇങ്ങനെ നീക്കി വെക്ക്. ആ ആ അപ്പോൾ സമയം ഇപ്പോൾ എത്രയായി? ചാർജില്ല. 10 മണിയായി. 10 മണിയായി. നമ്മളിപ്പോഴേ നിൽക്കണേ. കീത്ത് 7 മണിക്ക് പോയി. എന്നിട്ട് ഞങ്ങൾ എണീറ്റ് പിന്നെ ഞാൻ ഐസിൽ ഇങ്ങനെ ആട്ടി അതിന് പിന്നെ ഉറക്കി. ഞാൻ കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങൾ 10 മണിയായപ്പോൾ എണീറ്റിട്ടുണ്ട്. ഇനി ഞങ്ങൾ തുടങ്ങാൻ പോവാണ്. എനിക്കതേ കാലുകുത്തിന്നേ. യെസ് നിക്ക് നിക്ക്. സോ ഗുഡ് മോർണിംഗ്, വെൽക്കം ടു എ ന്യൂ ഡേ. കാലത്ത് തന്നെ ഇപ്പോൾ പതിവ് പോലെ ഒന്ന് ഫ്രഷപ്പായിട്ട് നമ്മൾ നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാൻ പോവാണ്. കീത്ത് രാത്രിയാകുമ്പോൾ ഇതെല്ലാം കൊണ്ടൊന്ന് റൂമിൽ വെക്കും. അതായത് ഫോർമുല മിൽക്കും ഹോട്ട് വാട്ടർ എല്ലാം കൊണ്ടൊന്ന് റൂമിൽ വെക്കും. അപ്പോൾ കാലത്ത് എടുത്തിട്ട് വന്നാൽ ഞാൻ ആദ്യം കുറച്ച് പാൽ കൊടുക്കട്ടെ. ക്ലൈമറ്റ് എന്താണെന്ന് നോക്കട്ടെ. ഓൾറെഡി ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. വാവ്, സണ്ണി ഡേ, സൂപ്പർ സണ്ണി ഡേ. കൊള്ളാം. തുടങ്ങട്ടെ. പാൽ കുടിക്കട്ടെ. അത് തന്നെ കുറച്ചെടുത്തിട്ടുള്ളൂ. മതി കുടിച്ചേ. കൈ ഇങ്ങനെ പിടിക്കുക. പല അടവുകളും ഉണ്ട് ഇതിൻ്റെ അടുത്ത്. പല അടവുകളുണ്ട്. അപ്പോൾ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പയ്യെ കുടിച്ചോളൂ. കൊച്ചുങ്ങളാകുമ്പോൾ കുറച്ച് കരയൊക്കെ ചെയ്യും. കരഞ്ഞാലും നല്ല നല്ല ശീലങ്ങളൊക്കെ പഠിക്കുള്ളൂ കൊച്ചുങ്ങൾ. അല്ല ആദ്യം കുറേ കരഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവനെ ഞാൻ ഒരു 3 മാസം വരെയൊക്കെ എടുത്തുകൊണ്ട് നടന്നാലേ ഉറങ്ങുള്ളായിരുന്നു. അതായത് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ ബെഡിൽ കിടത്തി ഉറങ്ങൂല. കയ്യിൽ ഇങ്ങനെ കൊണ്ടു നടന്ന് ഇങ്ങനെ ആട്ടിയാലേ ഇവന് ഉറങ്ങുള്ളൂ. അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടേ ഇരിക്കും. ചെറുതായിട്ടൊന്ന് ചിണുങ്ങി തുടങ്ങുമ്പോൾ നമ്മൾ നേരെ ബെഡിൽ കൊണ്ട് കിടത്തുന്നു. ഇങ്ങനെ ആട്ടി കൊടുത്തെങ്കിലേ സുഖമായിട്ട് ഉറങ്ങിക്കോളൂ. ഇപ്പോൾ കയ്യിലെടുക്കണ്ട, എടുത്ത് നടക്കാൻ വേണ്ട, ഒന്നും വേണ്ട. അത് കുറച്ച് കരഞ്ഞാലൊക്കെ അതൊക്കെ പഠിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. കുറച്ച് കരഞ്ഞാലൊക്കെ ശരിയാവുള്ളൂ. അല്ല അതിനെന്തോരെ കരയാൻ കിടക്കണം. അല്ല ഇതാണ് ഇവൻ്റെ കുഴപ്പം. ഇവന് ആദ്യം തുടങ്ങിയില്ലേ ഇങ്ങനെ അടവറക്കും. അപ്പോൾ നമ്മൾ ആദ്യമേ വിട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവന് ശീലമാവും. ഞാൻ ആദ്യമൊക്കെ ഇല്ല എന്തോരൊക്കെ വേസ്റ്റ് ആക്കുമെന്ന് പറയും. ഇത്രയൊക്കെ എടുക്കും, ഇവനിങ്ങനെ കാണിക്കും, ഞാൻ നിർത്തും, ഇത്ര വേസ്റ്റായി പോകും. പിന്നെ അടുത്ത പ്രാവശ്യം എടുക്കും, ഇത്ര ഒഴിക്കും, ബാക്കിയുള്ളത് വേസ്റ്റായി പോകും. പിന്നെ ആളിത് ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കും. ഇതിങ്ങനെ പിടിക്കും. ഇപ്പം ശീലമായി. ഇപ്പം ഇങ്ങനെ കൈ പിടിക്കുമ്പോഴേക്കും അവൻ വായ തുറന്നോളും. നിൻ്റെ ഒരോട്ടം നടക്കാൻ പോകണല്ലോ. അപ്പം ഞങ്ങളുടെ പാരുടെ കഴിഞ്ഞ കാലത്ത് തന്നെ ഗുഡ് ബോയ് ആദ്യം ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ അലക്കിയത് ഇവിടെ ഹീറ്ററിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് മടക്കി വെക്കണമെങ്കിൽ ആദ്യക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ സൗണ്ടൊക്കെ മാറി തുടങ്ങും, കരച്ചിലൊക്കെ ആവും ചെറുതായിട്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വരും. എന്നിട്ട് നമ്മൾ ആദ്യം ഇതിങ്ങനെ കിടത്തും. അപ്പോൾ UK ഇങ്ങനെ കിടത്താൻ പാടുള്ളതുണ്ട് ശരിക്കും. അപ്പോൾ നമ്മുടെ ഊഞ്ഞാല് കാര്യങ്ങൾ ക്രിബ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ അതിൽ കിടത്തി കഴിഞ്ഞാൽ ഉറങ്ങൂല. ഉറങ്ങിയാലും ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും എനിക്ക് ഇവിടെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പില്ലവും കൂടി എടുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നേരം ഉറങ്ങും. അപ്പോൾ നമുക്ക് ഉറങ്ങണമല്ലോ. എനിക്കിന്ന് നൈറ്റ് ഷിഫ്റ്റും ഉണ്ട്. അപ്പോൾ ഉറക്കട്ടെ. 5 മിനിറ്റ്സ് പോലും ആയിട്ടില്ല നിലവിൽ. ഞാൻ ടൈം നോക്കാൻ മറന്നുപോയി. ആദ്യം കാണിക്കാൻ മറന്നുപോയി. ആദ്യം ഉറങ്ങിയല്ല. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ആ പില്ലോമ്മ ചരിച്ച് കിടത്തും. ഇതെൻ്റെ ഒരു ഐഡിയ ടൈമാണ്. ചരിച്ച് കിടത്തും. എന്നിട്ട് ഞാൻ ഒപ്പം കിടന്നിട്ട് ആദ്യം ഉറക്കും. ഒരു പകുതി ഉറക്കാകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ പയ്യെ മാറിയിട്ട് ഒരു പില്ല് വെച്ച് കൊടുക്കും. അല്ലെങ്കിൽ ഇവൻ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ അനങ്ങുമ്പോഴേക്കും എനിക്കും. അപ്പോൾ ഇതേപോലെ ഒരു പില്ലും കൂടി വെച്ചിട്ട് ഞാൻ ഇപ്പുറം കിടക്കും. എന്നിട്ട് ഇതേപോലെ തന്നെ ആട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇങ്ങനെ മൂളുകയും ചെയ്യുമല്ലോ. എന്നിട്ട് പയ്യെ നിർത്തും. പയ്യെ സ്ലോ ആക്കി ആട്ടിൽ ആദ്യം നിർത്തും. അപ്പോൾ ഞാൻ മൂളിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് മൂളിൽ പയ്യെ നിർത്തും. അപ്പോഴേക്കും ആളൊരു 5 മിനിറ്റിനുള്ളിൽ ഉറങ്ങിയിട്ടുണ്ടാവും. ഇനി ഇവനിപ്പോൾ എന്തായാലും ഒരു
1 മണിക്കൂർ എന്തായാലും 1 മണിക്കൂറൊക്കെ ഉറങ്ങും. കൂടിപ്പോയി 2 മണിക്കൂറൊക്കെ ഉറങ്ങും. പിന്നെ എനിക്കുമ്മയ്ക്കൊന്നും അങ്ങനെ ആട്ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉറങ്ങിക്കോളും. അപ്പം ഇങ്ങനെയാണ് ഞാൻ ആദ്യം ഉറക്കുന്നത്. ആദ്യം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. ഇനി കയ്യിലെടുത്തുകൊണ്ട് നടക്കാണ്ട് പിന്നെ ഇതുവരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ എനിക്ക് രസമായിരുന്നു കേട്ടോ. ആദ്യം ജനിച്ച ടൈമിലൊക്കെ എനിക്ക് രസമായിരുന്നു. ഇങ്ങനെ എടുത്തു നടക്കലും ഉറക്കലൊക്കെ എനിക്കൊരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ ഷിഫ്റ്റിന് പോയി തുടങ്ങിയപ്പോൾ ഷിഫ്റ്റിന് പോയിട്ട് എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. ഉറക്കം കിട്ടാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആകെ ഒരു ഭ്രാന്ത് പിടിച്ച പോലെ ആവും. നമുക്ക് ദേഷ്യം വരും, കൊച്ചിനോട് ദേഷ്യം വരും, സത്യം ദേഷ്യം വരും. പക്ഷേ അപ്പോൾ ഞാൻ ആദ്യം കരഞ്ഞിട്ടുണ്ട്. അതായത് ഇങ്ങനെ കിടന്ന് കരയും. അപ്പോൾ നമ്മൾ നോക്കും, കരച്ചിൽ ടോൺ ഇങ്ങനെ ഭയങ്കരമായിട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ എടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ എടുക്കില്ല, അവിടെ തന്നെ കിടത്തി ഇങ്ങനെ തന്നെ ആട്ടിക്കൊണ്ടിരിക്കും, കരഞ്ഞോണ്ടിരിക്കും, നല്ല ആട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇത് ഞാൻ പഠിപ്പിച്ചെടുത്തത്. കൊച്ചുങ്ങൾ കരയിപ്പിക്കാണ്ട് ഒരു ശീലം അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് പഠിപ്പിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് മൈൻഡിൽ ഇരുന്നോട്ടെ. അതൊക്കെ അപ് ടു യു. പിന്നെ കൊച്ചിനെ കരയിപ്പിക്കണോ വേണ്ടെന്നൊക്കെ ഉള്ളത് ഓരോ പാരൻസിൻ്റെയും ഇതായിരിക്കും. ഈച്ച് പാരൻറ്റിങ് ഈസ് ഡിഫറെൻറ്റ്, അത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഞാൻ റിക്വസ്റ്റ് ആയിക്കട്ടെ, എൻ്റെ പരിപാടികൾ നോക്കട്ടെ. ആദ്യം തന്നെ ഉറങ്ങിയിട്ടുണ്ട്, പെട്ടെന്ന് എനിക്കില്ല, കാരണം എൻ്റെ പരിപാടികളൊക്കെ കഴിക്കട്ടെ. ഞങ്ങളങ്ങനെ 2.5 മണിക്കൂറിന് ശേഷം എനിക്കിരിക്കുകയാണ്. ദേഷ്യത്തോട് നോക്കണം തോന്നി. എൻ്റെ കുറച്ച് നേരമായിട്ടെ ഞാൻ കിടന്ന് കളിക്കായിരുന്നു. പിന്നെ ആദ്യം കരഞ്ഞു തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. എഗ്ഗാണ് കഴിച്ചത്. ഇവിടെയൊക്കെ മൊത്തമാക്കി, ഇവിടെ ഫുള്ളാക്കി. ഞാനത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൻ അതിൻ്റെ ഉള്ളിൽ വന്ന് കെട്ടിക്കിടക്കുന്ന വെള്ളം അവൻ മറച്ചിട്ട് മേത്തേക്ക്. ആദ്യം നടി കിട്ടും. അപ്പോൾ ഇനി കുളിപ്പിക്കാണ്ട് ഒരു നോക്കട്ടെ. കുളിക്കണം. ആകിയതായി ഇതൊക്കെ കണ്ടാ, മേത്തക്കായി ബോഡി വാഷ് വേണം. അങ്ങനെ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറേ നേരമായിട്ട് ഇവിടെ ഇരിക്കണം. ആൾക്ക് പോരാനായിട്ട് തോന്നില്ല. ഞാൻ എനിക്കുമ്പോഴേക്കും ചെറിയൊരു ചിണുങ്ങൽ. അത് ഞാൻ കുറച്ച് നേരം ഇരുന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ച്. ആദ്യം തല ഇപ്പം കുറേ നേരം കുളിച്ച് കഴിഞ്ഞിട്ട് തല ഇപ്പം നനച്ചോളൂ കേട്ടോ. തലയിൽ അധികം നേരം ഞാൻ വെള്ളം എത്തിക്കാറില്ല. കുളി കഴിഞ്ഞ് കളി കഴിഞ്ഞ് എടുക്കാറായപ്പോഴാണ് ഞാൻ തല ഒന്ന് നനച്ചത്. ഇനി ഞങ്ങൾക്ക് പോയിട്ട് റെഡി ആവട്ടെ, ഡ്രസ്സൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ. കുളിയൊക്കെ കഴിഞ്ഞ് ബോഡി ലോഷനൊക്കെ ഇട്ട് കിടക്കുകയാണ് ആള് അല്ലേ. കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡിനോസറിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഡിനോസർ അല്ല അതി ഫോൺ എടുത്തോ. എപ്പോഴും ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. സമയത്ത് 3:30 4 മണിയായിട്ടുണ്ടാവും. ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടാവും, ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല. നീ ഫുഡ് കഴിക്കാൻ ലേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആയത്. നീ മേത്ത് മൊത്തം ആക്കിക്കൊണ്ടാണ് ഞാനിപ്പോൾ കുളിപ്പിക്കേണ്ടി വന്നേ. ജാണൊക്കെ പോയി ഹാളിൽ പോയിരുന്ന് കളിക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങാം. ഞാൻ ഒരു കാര്യം മറന്നുപോയി. എനിക്കിന്ന് ഷിഫ്റ്റ് ഉണ്ട്. എൻ്റെ യൂണിഫോമിൽ കിടക്കണേ വാഷിംഗ് മെഷീൻ ഇട്ടിട്ട് ഉണക്കാനിട്ടുണ്ടായില്ല, മറന്നുപോയി അത്. അപ്പോൾ അത് ഉണക്കാനിടണം. ഇപ്പോൾ നല്ല വെയിലുള്ളതുകൊണ്ട് ഞാൻ ബാൽക്കണിയും കൊണ്ട് വെച്ചിട്ടുണ്ട്, ഇരുന്നോളും. ഇങ്ങനെയാണ് ഇവിടെ പോർക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ കീത്തെന്ന് പറഞ്ഞ് ഇന്ന് വൈകിട്ട് വന്നിട്ട് പോർക്ക് സെറ്റാക്കാമെന്ന് ഞാൻ വിചാരിച്ച്. എന്തായാലും ടൈം എടുക്കും, ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഇങ്ങനെയൊക്കെ മ്യൂച്വൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ പോയാലല്ലേ കുറച്ചുകൂടി സ്മൂത്തായിട്ട് പോകുള്ളൂ. കട്ട് ചെയ്താണ്ട് കീത്ത് ഞെട്ടും. കീത്ത് വന്നിട്ട് കട്ട് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എന്തായാലും അത് റെഡിയായ ഇതാണ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് ടൈം എടുക്കും. അപ്പോൾ ആ ടൈമിനുള്ളിൽ നമുക്കത് കട്ട് ചെയ്ത് വെക്കാം. അതിനെ ഞാൻ കൊണ്ടുവന്ന് ഉറക്കി കേട്ടോ. അത് ഗ്യാപ്പിൽ കിടന്ന് കരഞ്ഞപ്പോൾ ഞാൻ കൂടെ ഒന്ന് ഉറക്കി. സമയം ഇപ്പോൾ 5 മണിയായി. അമ്മ നോക്കി വിശക്കണം, അതാണ്. ഫുഡ് കഴിക്കട്ടെ, ലഞ്ച് കഴിക്കട്ടെ. ചിക്കനോട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കനും കേടും റൈസും മാംഗോ പിക്കിളും സെറ്റ്. അമ്മ വന്നിട്ടുണ്ട്. ഇപ്പോൾ 7:30. ഞങ്ങൾ ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് 5 മണി കഴിഞ്ഞിട്ട് ഞാൻ ലഞ്ച് കഴിച്ചേ. അങ്ങോട്ട് കിടന്ന് ഉറങ്ങി. സമയം ഇപ്പോൾ 8 മണിയായി. ചീത്തു 7:30 വന്ന് കുളിച്ച് റെഡിയായിട്ട് ഞങ്ങൾ പിന്നെ നമ്മുടെ ഫാമിലി ടൈമാണ്. അതാണ് അവർക്ക് വേണ്ടത്. നമ്മൾ ശ്രദ്ധിച്ചില്ല, നമ്മൾ കഴിക്കുമ്പോൾ ഇവൻ
ഇങ്ങനെ കാണിച്ചു തരും. അവന്റെ ഫുഡ് കൊടുക്കുമ്പോ അവന് വേണ്ട. എന്താ അന്നേരം കിടന്ന് കാണിക്കണേ? എന്റെ ഫ്രണ്ട് പറയാ നമ്മ പോയിസൺ കൊടുക്കണ പോലെ അല്ല അവര് കാണിക്കണേന്ന്. സോ ഇനി ഞങ്ങളുടെ കുറച്ച് ഫാമിലി ടൈം ആണ്. സോ വാച്ചിങ്, ബൈ ബൈ, സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.